ഞാൻ ഇന്നലെ രാത്രി 9:30 മണിക്കാണ് കേന്ദ്രമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചത്. കാരണം 4 മണിക്കായിരുന്നു അപ്പോയിൻമെൻ്റ് എങ്കിലും ഇന്നലത്തെ ഡൽഹിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ 9:30 മണിക്കാണ് അദ്ദേഹം പ്രത്യേകം ടൈം തന്നു. അദ്ദേഹമായിട്ട് ഏതാണ്ട് 3/4 മണിക്കൂറോളം നടത്തിയ ചർച്ച വളരെ ഫലപ്രദമായിരുന്നു. ഇപ്പോൾ എടുത്ത ചില തീരുമാനങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ തിരുവനന്തപുരത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് കെ കരുണാകരൻ സ്മാരക ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു പോളിസി അനുസരിച്ച് ഒരു ജില്ലയിൽ ഒന്നിൽ കൂടുതൽ മെഡിക്കൽ കോളേജിന് അനുമതി നൽകാറില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ച്, അതായത് ഇത് 2015 അംഗീകാരം കിട്ടിയ കോളേജാണ്. അന്ന് 100 സീറ്റ് അനുവദിച്ചിരുന്നു. കെട്ടിടം പണി ഒക്കെ പൂർത്തിയായതാണ്. മെഡിക്കൽ കൗൺസിൽ പരിശോധിച്ച് 100 സീറ്റ് സാങ്ഷൻ ചെയ്തതാണ്. പിന്നീട് വന്ന സർക്കാരാണ് അത് ഏകപക്ഷീയമായിട്ട് അടച്ചുപൂട്ടിയത്. ആ സാഹചര്യത്തിൽ ഇതൊരു സ്പെഷ്യൽ കേസായി പരിഗണിക്കാമെന്നും അടുത്ത ഫെബ്രുവരിയിൽ, കാരണം സാധാരണ മെഡിക്കൽ കോളേജിലേക്ക് അപേക്ഷ കൊടുക്കേണ്ട പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന ഫെബ്രുവരിയിലാണ്, മാർച്ചിൽ ക്ലോസ് ചെയ്യും. ഇത്തവണ അതുകൊണ്ട് അടുത്ത ഫെബ്രുവരിയിൽ 2027 ഫെബ്രുവരിയിൽ പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ അപേക്ഷ കൊടുത്താൽ തീർച്ചയായിട്ടും സാങ്ഷൻ തരാം എന്ന് തന്നെ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. എയിംസിൻ്റെ കാര്യത്തിൽ തരാം എന്നുള്ള ഒരു ഉറപ്പ് മന്ത്രിയിൽ നിന്ന് ലഭിച്ചു. കേരളത്തിലെ എല്ലാ എം പിമാരും എയിംസിൻ്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുത്ത ഡോക്യുമെൻസും അതും വളരെയധികം, കാരണം ഇന്ന സ്ഥലം വേണമെന്ന് ഞങ്ങൾ സ്ട്രെസ് ചെയ്യുന്നില്ല. 200 ഏക്കർ വീതമുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. പക്ഷേ അതിലൊരു പ്രശ്നം തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചുള്ളത്, ഇവിടെ നമ്മൾ ഓപ്പൺ ജയിലാണ് കൊടുത്തിരുന്നതെങ്കിലും സുപ്രീം കോടതി വിധി അനുസരിച്ച് അത് ബ്രഹ്മോസിന് കൈമാറേണ്ടതുണ്ട്, ബ്രഹ്മോസിൻ്റെ വികസനത്തിന്. അപ്പോൾ പിന്നെ ആകെ 50 ഏക്കറേ ഉണ്ടാവുള്ളൂ. അത് സഫീഷ്യൻ്റ് അല്ല, കാരണം 200 ഏക്കറെങ്കിലും ഒരു ഫുൾ ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്. അല്ല, ഞാൻ പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരത്തും കാട്ടാക്കട കൊടുത്തിട്ടുണ്ടെങ്കിലും, അപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ട്രിവാൻഡ്രം, അതുപോലെ തന്നെ ചാലക്കുടി, പിന്നെ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നൽകിയ കോഴിക്കോട്, പിന്നെ കോട്ടയത്ത് മറ്റേ നമ്മുടെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറിയിൽ, അങ്ങനെ ഒരു 6-7 സ്ഥലങ്ങൾ സർവേ നമ്പർ ഉൾപ്പെടെ, ചാലക്കുടി സർവേ നമ്പർ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇത്തവണ എയിംസ് നൽകാം എന്നുള്ള ഒരു ഉറപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിന് പുറമേ ഞാൻ തീർച്ചയായിട്ടും ഇത്തവണ വളരെ ഉദാരമായിട്ടുള്ള സമീപനമാണ് മന്ത്രി സ്വീകരിച്ചത്. പിന്നെ കോടികൾ മുടക്കി മുമ്പ് കെട്ടിടങ്ങളൊക്കെ ഒരുക്കിയിട്ടും MBBS പഠനം ആരംഭിക്കാൻ കഴിയാത്തൊരു തെറ്റാണെന്ന് മന്ത്രി പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അടച്ചുപൂട്ടിയത് ശരിയല്ല എന്നുള്ള അഭിപ്രായം മന്ത്രി പറഞ്ഞു. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ ആരംഭിക്കുന്നതിനുള്ള പ്രപ്പോസൽ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് 14 ജില്ലകളിലും ജില്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ട്രോമ കെയർ സെൻറ്റർ ആരംഭിക്കാനുള്ള സഹായം നൽകാമെന്ന് സമ്മതിച്ചു. ആ കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഷുറൻസിൻ്റെ പരിധി ഉയർത്തണം എന്നുള്ള സംസ്ഥാനത്തിൻ്റെ ആവശ്യവും അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ 3 മെൻ്റൽ ഹെൽത്ത് സെൻ്ററുകൾ കേരളത്തിൽ, അതിൻ്റെ നിലവാരം ഉയർത്തുന്നതിന് ആവശ്യമായി. ഇപ്പോൾ നിങ്ങൾക്കറിയാം, വലിയൊരു പ്രശ്നമാണ്. ഹൈക്കോടതി വരെ വളരെ ശക്തമായിട്ട് അവരുടെ അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് കേന്ദ്രത്തിൻ്റെ ഡെവലപ്മെൻറ്റിനുള്ള കേന്ദ്ര സഹായം നൽകാമെന്നും സമ്മതിച്ചിട്ടുണ്ട്. 3 അതായത് തൃശ്ശൂർ, തിരുവനന്തപുരം, കോഴിക്കോട്. അത് നമ്മൾ അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ സ്ഥലമൊക്കെ നമ്മൾ കൊടുക്കണം. കേന്ദ്രം സഹായിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതെ, പുതിയതായിട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി. പിന്നെ NHM-നുള്ള ഫണ്ട് കേരളത്തിന് കിട്ടുന്ന പോരാ എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ചില വില കൂടിയ മരുന്നുകളൊക്കെ കേരളത്തിന് ആവശ്യമാണ്. കാരണം പല പുതിയ രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. നിപ വന്നു ഇവിടെ, പിന്നെ അബോള വന്നില്ല ഭാഗ്യത്തിന്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കൂടുതൽ ആവശ്യമായിട്ടുള്ള മരുന്ന് കേന്ദ്രത്തിന് നൽകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും വളരെ അനുഭാവമായിട്ടുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച്
വളരെ വൈകിയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് രാത്രി എന്നെ ഒരു മുക്കാൽ മണിക്കൂറോളം 15 മിനിറ്റാണ് സമയം നൽകിയെങ്കിലും മുക്കാൽ മണിക്കൂറോളം ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും അദ്ദേഹം മനസ്സിലാക്കി. അല്ല, അങ്ങനെയല്ല. ഇതിൽ ഇത്തവണ എയിംസിൻ്റെ കാര്യത്തിൽ രണ്ടാം മെഡിക്കൽ കോളേജ് അവർ തരാമെന്ന് ഉറപ്പ് നൽകി. കാരണം ഇതുവരെയുള്ള അവരുടെ പുതിയ പോളിസി അനുസരിച്ച് ഒരു ജില്ലയിൽ ഒന്നിൽ കൂടുതൽ മെഡിക്കൽ കോളേജ് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിന് സ്പെഷ്യൽ പ്രയോറിറ്റി തരാം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അക്കാര്യത്തിൽ സമീപനം സ്വീകരിച്ചു. ഞങ്ങൾക്ക് എയിംസ് വരണമെന്നാണ് ആഗ്രഹം. ഇന്ന സ്ഥലം വേണമെന്ന് ഒരു നിർബന്ധം ഞങ്ങൾക്കില്ല. ഞങ്ങൾ സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതവർ പരിശോധിച്ചിട്ട് സാങ്ഷൻ തരട്ടെ. അപ്പോൾ ഇത്തവണ അങ്ങനെ ഒരു ഒഴിവൊഴി കേന്ദ്രത്തിന് പറയാൻ കഴിയില്ല. അല്ല, എവിടെ വന്നാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോൾ ചാലക്കുടിയിൽ അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഉണ്ട്. നമ്മൾ സ്ഥലം വേണ്ടേ? 200 ഏക്കറെങ്കിലും മിനിമം വേണം ഇത് ഡെവലപ്പ് ചെയ്യാൻ. നമ്മളല്ലാണ്ട് 10 ഏക്കറോ ആലപ്പുഴയിൽ സ്ഥലം കിട്ടിയില്ല. ആലപ്പുഴയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അവിടെ അന്വേഷിച്ചപ്പോൾ സൈറ്റ് നോക്കിയപ്പോൾ 50 ഏക്കറേ ഉള്ളൂ, പോരാ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് തീരുമാനം എടുത്തത്. അതുകൊണ്ട് എയിംസിൻ്റെ കാര്യത്തിൽ വളരെ പ്രതീക്ഷ ഇന്നലത്തെ ചർച്ചയിലുണ്ടായിട്ടുണ്ട്.